ഇവർ കമേഴ്സിൽ അപേക്ഷിച്ചു. ആ നമ്പർ കിട്ടിയതായിട്ട് ഇവർക്ക് അറിവില്ല. ഇവർ തുടങ്ങിയിട്ടില്ല. ഇവരുടെ കുടുംബ ജീവിതത്തിൽ അപ്പം ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം പിന്നെ അവർ മുന്നോട്ട് പോയിട്ടില്ല. ഇത് കിട്ടിയോ ലൈസൻസ് ഉണ്ടോ എന്ന് ഇവർ അന്വേഷിച്ചിട്ടില്ല. ഒരു ദിവസം നേരെ ഒരു നോട്ടീസ് വരും. ആ നോട്ടീസിലേക്ക് എത്താനുള്ള ബേസ് എന്താണ്? ഇവർക്ക് ലൈസൻസ് കൊടുക്കാതിരിക്കുന്നതിന് കൊടുത്ത നോട്ടീസ് ഏതാ? ആദ്യം കൊടുത്ത നോട്ടീസ് എത്ര നോട്ടീസ് കൊടുത്തു? എക്സോ വൈ എന്നുള്ള പഞ്ചായത്ത് ഫയലവിടെ എത്ര നമ്പർ ഊണൊക്കെ കഴിച്ചോ? അയ്യോ ഇത് വെള്ളം വേണോ? വെള്ളം വേണോ? എന്തിന് വിസ്തീർണമൊന്നുമില്ലല്ലോ. എന്താ അപേക്ഷ? എന്താ അപേക്ഷ കൊടുത്ത അപേക്ഷയുടെ കോപ്പി ഉണ്ടോ? ഇതൊന്നും ഇല്ലാത്ത ഫയലിൽ ഇതൊന്നും ഇല്ലാത്ത എന്താ? ഇത് പക്ഷെ മതില് കെട്ടി അവരുടെ കയ്യിലായോ? മതില് കെട്ടി അവര് കയ്യിൽ കെട്ടരുതെന്ന് പറഞ്ഞിട്ടും ഒരു ഞങ്ങളില്ലാഞ്ഞ സമയത്താണ് കെട്ടിയത്. ഇത് കെട്ടരുത് നിങ്ങൾ പറഞ്ഞിരുന്നോ? ഇവരല്ല ഞങ്ങള് പറഞ്ഞിരുന്നു അവരോട് കെട്ടരുത്. ഏത് വില്ലേജ് ആരുടെ മുനിസിപ്പാലിറ്റി എന്താ ചെയ്യാൻ പറ്റാ? വഴിയല്ലേ അവർക്കുള്ള വഴിയല്ലേ? അപ്പോൾ വഴി പുനഃസ്ഥാപിക്കണം. നോട്ടീസ് കൊടുത്തിട്ട് അവിടെ ഫയലവിടെ നോട്ടീസ് കൊടുക്കുക. പൊളിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പൊളിച്ചു മാറ്റുന്നുണ്ട് നോട്ടീസ് കൊടുക്കുക. നിങ്ങളുടെ ചെലവ് നിങ്ങൾ ഈടാക്കുന്നുണ്ട്. വഴി അടച്ചു കിട്ടിയാലേ നോട്ടീസ് കൊടുത്തിട്ട് പൊളിച്ചു മാറ്റാലോ. ആ വീതി കുറച്ചപ്പോ സ്വാതന്ത്ര്യം പരിമിതപ്പെട്ടല്ലോ. വേറെ വഴിയുണ്ടോ? കയറ്റി കെട്ടിയത് അവരല്ലേ, അപ്പൊ അവരെന്നെ തിരിച്ചു കേട്ടണ്ടേ? അതെ, അവര് കുടുംബ ഐക്യം ഉള്ളതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. എന്താണ് അതെ അളക്കണ്ട. ഇത് കയ്യേറ്റാണെന്ന് ഇപ്പോൾ ഇവിടെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. നോട്ടീസ് കൊടുക്കുക, ഇത്ര ദിവസം പൊളിച്ചു മാറ്റണം എന്ന് പറയാ. പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു JCB വെച്ച് പൊളിച്ചു മാറ്റി വില്ലേജ് ഓഫീസറൊക്കെ ഒരു ചരിത്രത്തിൽ ഇടം കിട്ടണ്ട അല്ലേ? വഴി കയറി മതിൽ കെട്ടിയതാണ് വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി. അനധികൃത കയ്യേറ്റം പൊളിച്ചു മാറ്റാൻ നോട്ടീസ് നൽകി നടപടി സ്വീകരിക്കുക. പൊളിച്ചു മാറ്റി നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയാണോ? ഇത് മുനിസിപ്പൽ വഴിയല്ലോ, അല്ല സ്വകാര്യ വഴിയല്ലേ അല്ലേ? പിന്നെ ഇവര് അപ്പൊ നിങ്ങൾ തന്നെ പൊളിച്ചു മാറ്റി എതിർ കക്ഷി ചെലവ് ഈടാക്കുക. നോട്ടീസ് കൊടുത്ത് എഴുതിയിട്ടുണ്ട് ഉണ്ടാ? ശരി. ദിനേശ് മണിയെ കാണാറില്ലേ? നോക്കട്ടെ. ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും വേണ്ട? ശരി വേണ്ട, എഴുതിയിട്ടുണ്ട് കേട്ടോ.